ലോകാരംഭം മുതൽ തന്നെ ഇസ്ലാം മതമുണ്ട്. 1.25 ലക്ഷം അമ്പിയാക്കൾ പ്രചരിപ്പിച്ച മതവും ഇസ്ലാമാണ്. സാമ്പത്തികമായും ഏറ്റവും അഭിവൃദ്ധിപ്പെട്ട മതവും ഇസ്ലാമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണെന്ന് ഖുർആനിലുമുണ്ട്. എന്നിട്ടും എന്തേ 2000 വർഷം മാത്രം പഴക്കമുള്ള ക്രിസ്തു മതം ഇസ്ലാം മതത്തേക്കാൾ കൂടുതൽ അംഗസംഖ്യ കൊണ്ട് നിൽക്കുന്നു എന്നാണ് എൻ്റെ ചോദ്യം. ലോകത്ത് പിന്നെ എൻ്റെ സുഹൃത്തിൻ്റെ നിരീക്ഷണങ്ങൾ പലതും ശരിയല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ പണമുള്ളത് മുസ്ലിങ്ങളുടെ അടുത്തൊന്നുമല്ല. സാമ്പത്തികമായി മുസ്ലിങ്ങളുടെ അടുത്ത് പണമുണ്ട്, പക്ഷേ മുസ്ലിങ്ങളുടെ അടുത്തൊന്നുമല്ല. ശക്തി മുസ്ലിങ്ങളുടെ അടുത്തൊന്നുമല്ല. സത്യത്തിൽ ക്രിസ്തുമതം എന്തുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിയത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം യൂറോപ്യൻ അധിനിവേശങ്ങൾ വഴി ക്രിസ്ത്യാനികൾ ക്രിസ്തുമതത്തെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അത് വിശദീകരിക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം. യൂറോപ്യൻ അധിനിവേശങ്ങൾ നടന്ന സ്ഥലങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ, ക്രിസ്ത്യാനികൾ മാത്രമുള്ള സ്ഥലങ്ങളെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ എങ്ങനെയായിരുന്നു ബ്രിട്ടീഷുകാരും എങ്ങനെയായിരുന്നു പോർച്ചുഗീസുകാരുമെല്ലാം അവരെ ആദിവാസികളെ എങ്ങനെയാണ് ക്രിസ്ത്യാനികളാക്കി മാറ്റിയതെന്നുള്ളത്. അവരെ പ്രലോഭിപ്പിച്ചുകൊണ്ടും അവരെ പിന്നെ ആ രൂപത്തിൽ ഉപയോഗിച്ചുകൊണ്ടും ക്രിസ്ത്യാനികളാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ക്രിസ്തുമതത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമികമായി ഉള്ളതുപോലെയുള്ള ചിട്ടകളില്ലാത്തത് കൊണ്ട് തന്നെ ക്രിസ്ത്യാനിയാവുക എന്നുള്ളത് ഒരു പ്രയാസകരമായൊരു കാര്യമല്ല. ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ ഇന്നലെ വരെ മദ്യപാനിയായിരുന്നെങ്കിൽ മദ്യപാനം നിർത്തണം, ഇന്നലെ വരെ പലിശക്കാരനായിരുന്നുവെങ്കിൽ പലിശ നിർത്തണം, ഇന്നലെ വരെ ലോട്ടറിക്കാരനായിരുന്നെങ്കിൽ അത് നിർത്തണം, ഇന്നലെ വരെ ഒരു എന്താണ് ക്യാമറ നിർത്തുകയായിരുന്നെങ്കിൽ അത് നിർത്തണം, ഇന്നലെ വരെ ആ രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു ലൈംഗികമായ തിന്മ ചെയ്ത ആളാണെങ്കിൽ അത് നിർത്തണം. ഇത്തരം റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ക്രിസ്തുമതത്തിലില്ല. ക്രിസ്തുമതത്തിൽ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുക എന്നൊരു ചെറിയ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അത് ഈ ആദിവാസികൾക്കിടയിലും മറ്റുമെല്ലാം വളരെ വ്യാപകമായി ക്യാമ്പയിനിങ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ 2000 കൊല്ലം ലോകാരംഭം മുതൽക്ക് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ, ലോകാരംഭം മുതൽക്ക് തന്നെ ഇസ്ലാം ഉണ്ടെങ്കിലും ഇസ്ലാം അത് അങ്ങനെ പരമ്പരയായിട്ട് വന്നിട്ട് തന്നെയുള്ള ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാമായിരുന്നു. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മതമാണ് വികലമാക്കപ്പെട്ടിട്ട് ക്രിസ്തുമതമായി മാറിയത്. ആ ക്രിസ്തുമതം യൂറോപ്പിൻ്റെ മതമായി മാറിയപ്പോൾ, റോമിൻ്റെ മതമായി മാറിയപ്പോൾ, ഒരു രാഷ്ട്രീയ മതമായി മാറിയപ്പോൾ അത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തി യൂറോപ്പിനെ മൊത്തത്തിൽ ആ രൂപത്തിലാക്കി മാറ്റുകയും പിന്നീട് അത് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് അധിനിവേശ താല്പര്യവുമായി കടന്നു വന്ന് അവിടെയെല്ലാം ക്രിസ്ത്യൻ വൽക്കരിക്കുകയാണ് ചെയ്തത് എന്ന് ചരിത്രത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയും. വളരെ വിശദമായ മറുപടിക്ക് പറ്റിയ സമയമല്ലത്. അതുകൊണ്ട് അതാണ് ക്രിസ്തുമതം ആ രൂപത്തിൽ വളരാനുള്ള കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഈ ഒരു സംവാദം സംഘടിപ്പിക്കുവാനുള്ള കാരണം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പോലെ ഈ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരവസ്ഥ, ഒരു സാമൂഹ്യ അന്തരീക്ഷം ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ള ഒരു സുഹൃത്തുക്കൾ ആളുകൾക്ക് സംശയം തീർക്കുകയും അതുവഴി അവരുടെ ഹൃദയം തുറക്കുകയും ചെയ്യുവാൻ വേണ്ടി, സംശയ നിവാരണത്തിന് വേണ്ടി തുറന്ന വേദി സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഒരു പൊതുപരിപാടി ഈ രൂപത്തിൽ സംഘടിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഇവിടെ ഈ പ്രോഗ്രാം നടന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഒരു വലിയ ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടുള്ള പരിപാടിയാണ്. മറ്റ് താല്പര്യങ്ങളല്ല, മറിച്ച് തിന്മകളിലേക്ക് പ്രത്യേകിച്ച് പുതിയ കാലത്ത് ഈ സോഷ്യൽ മീഡിയയുടെയും എല്ലാം വ്യാപനത്തിൻ്റെ ഒരു കാലത്ത് എല്ലാ തിന്മകളും വ്യാപിക്കുന്നത് പോലെ, ലഹരി വ്യാപിക്കുന്നത് പോലെ, ലൈംഗികമായ കുറ്റകൃത്യങ്ങൾ വ്യാപിക്കുന്നത് പോലെ മനുഷ്യർക്കിടയിൽ ദൈവനിരാസവും ധർമ്മനിരാസവും മൂല്യനിരാസവും എല്ലാം വ്യാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന മൂല്യനിരാസത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിനെയും പ്രവാചകനെയും പരിശുദ്ധ ഖുർആനെയും എല്ലാം തെറി പറയുന്ന ഒരവസ്ഥ പൊതുവെ ആ മൂല്യനിരാസത്തിൻ്റെ വക്താക്കൾക്കുണ്ട്. അത്തരം ആളുകൾ പ്രവാചകനെക്കുറിച്ച്, ഇസ്ലാമിനെക്കുറിച്ച്, ഖുർആനിനെക്കുറിച്ച് ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണകൾ മാത്രമാണ്. അത് കൃത്യമായി വസ്തുതകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രവാചകനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം പ്രവാചകന്റെ മഹത്വത്തിൻ്റെ കാരണങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാകും. പരിശുദ്ധ ഖുർആനെതിരെ ഉന്നയിക്കുന്ന വിമർശനങ്ങളെല്ലാം പരിശുദ്ധ ഖുർആന്റെ ദൈവികതയ്ക്കുള്ള തെളിവാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ തുറന്ന് ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും അവരുടെ വിമർശനങ്ങൾ സ്വാഗതം ചെയ്യുകയും അതിന് മറുപടി കണ്ടെത്തുകയും ചെയ്യുന്നതിനു വേണ്ടി ഉള്ളതാണ് ഇത്തരം വേദികൾ സംഘടിപ്പിക്കുന്നത്. ഈ ഒരു ഉത്തരവാദിത്ത നിർവഹണം
നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് പടച്ച തമ്പുരാൻ നമ്മളിൽ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വത്തിൻ്റെ നിർവഹണം. അത് ഈ സത്യസന്ദേശം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന വലിയ ഉത്തരവാദിത്വത്തിൻ്റെ നിർവഹണം. ആ ഉത്തരവാദിത്വമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി സംശയങ്ങളും വിമർശനങ്ങളുമെല്ലാം ഉള്ള ആളുകൾക്ക് അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ തുറന്നു കിടക്കുകയാണ്. ഇപ്പോൾ നിച്ച് ഓഫ് ട്രൂത്ത് ഇവിടെ ഒരു പ്രോഗ്രാം നടത്തി. നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഒരു കൗണ്ടറുണ്ട് ഇവിടെ. അവിടെ പുസ്തകങ്ങളുണ്ട്. അവിടെ നിങ്ങൾക്ക് ആവശ്യമായ നിങ്ങൾ കൂടുതൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കൗണ്ടറിൽ സമീപിച്ചാൽ നിങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിമർശനങ്ങളുണ്ടല്ലോ, ഈ വിമർശനങ്ങൾ കയറി വരുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെട്ട് ബേജാറാകേണ്ട ഒരു കാര്യമില്ല. ഈ വിമർശനങ്ങൾക്കെല്ലാം ഞാൻ സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ, ഖുർആനിനെതിരെ, ഇസ്ലാമിനെതിരെ ആരെന്ത് പറഞ്ഞാലും അതിന് കൃത്യമായി മാനവികമായി മറുപടി നൽകാൻ മാത്രം സജ്ജമാണ് ഈ ഇസ്ലാമിക ദർശനമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അത്തരം മറുപടികൾ കണ്ടെത്തുവാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ സ്നേഹസംവാദം എന്ന പേരിലുള്ള വെബ്സിൻ ആരംഭിച്ചിട്ടുള്ള. വെബ്സിനിൽ നിങ്ങൾക്ക് നിരന്തരമായി ഇത്തരം വിഷയങ്ങളിലുള്ള മറുപടികൾ കണ്ടെത്താൻ കഴിയും. ആ വെബ്സിൻ്റെ മേൽവിലാസം അവിടെ കിട്ടും. നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് അത് ഒരു ആപ്പായിക്കൊണ്ട് തന്നെ സ്നേഹസംവാദത്തിൻ്റെ ആപ്പ് അവൈലബിൾ ആണ്. നിങ്ങളുടെ അടുത്തെല്ലാം മൊബൈൽ ഫോണുകളുള്ളവരാണ്. നിങ്ങളുടെ കുടുംബത്തിന് മൊബൈൽ ഫോണുകളുണ്ട്. നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് എല്ലാം മൊബൈൽ ഫോണുകളുണ്ട്. അവരുടെ ആപ്പുകളുടെ കൂടെ സ്നേഹസംവാദത്തിൻ്റെ ആപ്പ് കൂടി ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഏത് വിമർശനങ്ങൾ കടന്നു വന്നാലും അത് നിങ്ങൾക്ക് ആ ആപ്പിൽ പരിശോധിച്ചാൽ അതിനുള്ള മറുപടി കണ്ടെത്താൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ ആപ്പിൽ തന്നെ ചോദിച്ചാൽ അതിനുള്ള മറുപടി ലഭിക്കുകയും ചെയ്യും. ആ രൂപത്തിൽ സജ്ജമായിട്ടുള്ള ആപ്പാണുള്ളത്. നിങ്ങൾക്ക് അതിൽ അത്തരം പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാം. ഇത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഇസ്ലാമിനെതിരെ വിമർശനം വരുമ്പോൾ ആകെ ഇസ്ലാം പൊളിഞ്ഞോ എന്ന് ആരും പേടിക്കേണ്ട കാര്യമില്ല. അള്ളാഹുവിൻ്റെ ദീനാണ്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അള്ളാഹുവിൻ്റെ ദീനാണ്. അള്ളാഹു അത് സംരക്ഷിക്കും. ഏത് മതം, ഏത് ദർശനം, ഏത് തത്വശാസ്ത്രം വന്നാലും അതിനെയെല്ലാം അതിജയിക്കുവാൻ സജ്ജമാണ് അള്ളാഹുവിൻ്റെ മതം. അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങളുടെ മുന്നിൽ നമുക്ക് അടിപതറേണ്ടതില്ല. വിമർശനങ്ങൾ ഉള്ള ഉത്തരങ്ങൾ നമ്മുടെ ഇസ്ലാമിക പ്രമാണങ്ങൾ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് പരിശോധിച്ചാൽ മതി. അതിനുവേണ്ടിയാണ് ഇത്തരം സംവിധാനങ്ങൾ. അതുകൊണ്ട് നമ്മുടെ നാടുകളിൽ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മകൾക്കുമെതിരെ, അത് ലഹരിക്കെതിരെയാണെങ്കിലും അതേപോലെ തന്നെ ലൈംഗികമായ ചൂഷണങ്ങൾക്കെതിരെയാണെങ്കിലും എല്ലാമുള്ള തിന്മകൾക്കെതിരെയുള്ള സമരം സംഘടിപ്പിക്കുന്നത് പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ തിന്മകളുടെ എല്ലാം ദാർശനിക അടിത്തറയായ നാസ്തികതയ്ക്കെതിരെയുമുള്ള ബോധവൽക്കരണ സമരങ്ങൾ ആവശ്യമുണ്ട്. അതിന് നമ്മൾക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയേണ്ടതുണ്ട്. അതിനുവേണ്ടി എല്ലാം ഉള്ളതാണ് നിച്ച് ഓഫ് ട്രൂത്ത് എന്ന കൂട്ടായ്മ. നിങ്ങൾക്ക് കൂടുതൽ ബന്ധപ്പെടാം, കൂടുതൽ അറിയാൻ ശ്രമിക്കാം, കൂടുതൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.